വർഷങ്ങൾ നീണ്ട പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം ഇരിട്ടി ടൗണിലെ വഴിവിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങി. നഗരസഭ ഇരിട്ടിയിലെ വ്യാപാര സ്ഥാപനമായ MS ഗോൾഡുമായി സഹകരിച്ചാണ് നഗരത്തിൽ പുതിയ വഴിവിളക്കുകൾ സ്ഥാപിച്ചത്. 75 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചിലവ്. വഴിവിളക്കിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ ഇരിട്ടി പാലം മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ 64 ലൈറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തലശ്ശേരി വളവുപാറ KSTP റോഡ് നവീകരണ സമയത്ത് ഇരിട്ടിയിൽ ഉൾപ്പെടെ സ്ഥാപിച്ച സോളാർ ലൈറ്റുകൾ 3 മാസത്തോടെ പ്രവർത്തനരഹിതമായിരുന്നു. ലൈറ്റുകൾ കണ്ണടച്ചതോടെ രാത്രിയായാൽ ഇരിട്ടി ടൗൺ പൂർണ്ണമായും ഇരുട്ടിന്റെ പിടിയിലായിരുന്നു. 1 ലക്ഷം രൂപയോളം മുടക്കി സ്ഥാപിച്ച സോളാർ വിളക്കുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് KSTPയും പൊതുമരാമത്തും ശ്രമിക്കാതെ വന്നതോടെയാണ് നഗരസഭ വഴിവിളക്കുകൾ മാറ്റി സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങിയത്. പൊതുമരാമത്തിന്റെ അനുമതി ലഭിച്ച ശേഷമാണ് നഗരസഭാ പരിധിയിലെ വഴിവിളക്കുകൾ ഘട്ടം ഘട്ടമായി മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടി ആരംഭിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഉളിയിൽ പാലവും കളറോഡ് പാലവും ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ കൂടി വഴിവിളക്കുകൾ സ്ഥാപിക്കും. നിരവധി അന്തർസംസ്ഥാന യാത്രക്കാർ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ഇരിട്ടി ടൗണിൽ എത്താറുണ്ട്. വെളിച്ചമില്ലാത്തത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രികർക്ക് ബുദ്ധിമുട്ടും സൃഷ്ടിച്ചിരുന്നു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ PP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. MS ഗോൾഡ് ഉടമ K മുഹമ്മദ്, ക്ലീൻ സിറ്റി മാനേജർ KV രാജീവൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K രവീന്ദ്രൻ, K സുരേഷ്, K സോയ, വ്യാപാരി നേതാക്കളായ അയ്യൂബ് പൊയിലൻ, റെജി, കൗൺസിലർമാർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും സംസാരിച്ചു. നമ്മുടെ ഇരിട്ടി നഗരസഭയിൽ ഇരിട്ടി ടൗണിലുള്ള വലിയ ഒരു സന്തോഷമാണ് നമുക്ക് ഇന്ന് ഇവിടെ നടത്താൻ സാധിച്ചത്. പ്രകാശപൂർണമായ ഒരു ഇരിട്ടി ടൗണിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ MS ഗോൾഡും ഇരിട്ടി നഗരസഭയും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇരിട്ടി ടൗൺ കൂടാതെ പഴയ ടൗണും പുതിയ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഉളിയിൽ ജബ്ബാർക്കടവും ഇങ്ങനെ എല്ലാ ടൗണിലെ പാലം കൂടി ഈ ഒരവസരത്തിൽ നമ്മൾ പ്രകാശപൂരിതമാക്കുന്നതായിരിക്കും. അതിന് MS ഗോൾഡ് നമ്മുടെ കൂടെ തന്നെ നിന്ന് സഹകരിച്ചതിന് അവർക്കൊരു വലിയ സന്തോഷം, അവരുടെ എല്ലാവിധ അഭിനന്ദനവും നേരുകയാണ്. നഗരസഭയുടെ ഒരു നല്ല സന്തോഷമാണ് 2025 തുറക്കുമ്പോൾ തന്നെ ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ സാധിച്ചത്. വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് കിട്ടിയതിലും സന്തോഷമുണ്ട്. ഇതിന് സഹകരിച്ച നഗരസഭൻ്റെ എല്ലാ ആൾക്കാർക്കും അതുപോലെ MS ഗോൾഡിൻ്റെ മാനേജ്മെൻറ്റ് അതിൻ്റെ ഭാരവാഹികൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ A Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത് ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യൻ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.